മനുഷ്യ, നിനക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് സമ്പാദിക്കാൻ പറ്റുമെന്ന് നിനക്കറിയൂല. ഇൻഷാ അല്ലാ എന്ന് പറയും. പറ്റാവുന്ന കാര്യങ്ങൾ രാവിലെ നീച്ച് എണീറ്റ് ചെയ്യും ഭാഗ്യമുണ്ടെങ്കിൽ. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, നീ എവിടെ വെച്ച് മരിക്കും എന്നും നിനക്ക് പറയാൻ സാധ്യമല്ല. അതറിയില്ല. അതറിയണവനാണെങ്കിൽ അവിടേക്ക് പിന്നെ പോവില്ലല്ലോ. മരിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട, അത് വരും. ഇതിൻ്റെ എല്ലാ വേദനകളും അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്തുനിന്ന് പെടഞ്ഞു മരിക്കും. വൽതഫത്തിസ്സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ്. പ്രായമായവരെ, ഞാനൊക്കെ മരിക്കാനായെന്ന് വിചാരിക്കണ്ട. ചെറുപ്പക്കാരാ, ഞാനൊന്നും പടുത്ത് മരിക്കൂലെന്ന് വിചാരിക്കണ്ട. സമയമെത്തിയാൽ അവൻ മരിക്കും. പ്രായവും രോഗവും മറ്റൊന്നൊരു തടസ്സമല്ല. കണങ്കാലും തമ്മിലൊരു കൂട്ടിപ്പിഴഞ്ഞൊരു രംഗമുണ്ട്. നാട്ടുകാരും വീട്ടുകാരൊക്കെ ചുറ്റുവട്ടത്തുണ്ട്, ആശുപത്രിയിലുണ്ട്, റൂമിലുണ്ട്. ബാപ്പയോ ഉമ്മയോ മറ്റു പ്രിയപ്പെട്ടവരായി ഇങ്ങനെ ശ്വാസം വലിച്ചു കൊണ്ടിരിക്കുക. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. തൊണ്ടക്കുഴിയിൽ മരണത്തിൻ്റെ അവസാന ശ്വാസം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചുറ്റുവട്ടത്ത് നോക്കി നിൽക്കുകയാണ്. അല്ലാതെ എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. വേണമെങ്കിൽ ഡോക്ടറോട്, ആശുപത്രിയിലൊക്കെ ആണെങ്കിൽ സാധ്യമാകുന്നത് ചെയ്യാം, ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് ഡോക്ടറും പറയും. ഇതുറപ്പുള്ള കാര്യമാണ്. വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ്, മരണവുമായി, മരണത്തിൻ്റെ വെപ്രാള വേദനകളുമായി നിങ്ങളുടെ അടുത്ത് മരണം വരുന്നതാണ്. ഹക്കാണ്, സത്യമാണ്, അത് വന്നിരിക്കും, തർക്കമില്ല. അതുകൊണ്ടാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്താറുണ്ട്, ഒരു ദിവസം വരാനിരിക്കുന്നു, നമ്മുടെ മരണത്തിൻ്റെ ദിവസമാണ്. ആ ദിവസത്തിനു വേണ്ടി എല്ലാവരും തയ്യാറായി റെഡിയായി വന്നോളൂ. എപ്പോഴും റെഡിയാവണം. എല്ലാ ഖബർസ്ഥാനിലും ഒരു ഖബർ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, 1-2 വെച്ചിട്ടുണ്ട്. എന്തിനറിയോ? അടുത്ത ഇര ആരാന്നറിയില്ല, പെട്ടെന്നായിരിക്കും വെളി വരിക. റെഡിയാവണം. എല്ലാ കടകളിലും ടെക്സ്റ്റൈൽസുകളിലും കഫൻ പുടവ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് അടുത്ത ആളെ ഊഴെന്നറിയില്ല. ഒരു അലുവ ഭാഗത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ, അലിയാർ കാസിമി ഖുത്ബ പറയുന്ന പള്ളിയാണ്, ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാനിങ്ങനെ കടയിൽ കഫൻ പുടവൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാർ ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ ഒരു മയ്യത്ത് കട്ടിൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കഫൻ പുടവയും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ പണിയും കൂടി ഓർക്കില്ല, അതുവരെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കമ്മിറ്റിക്കാർ. അധ്വാനിച്ചാൽ മതിയെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 6 അടി മണ്ണിലേക്ക് മനുഷ്യനെ അടക്കം ചെയ്യുന്നൊരു ദിവസമുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങിക്കോ, തയ്യാറായിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്കൊന്നിങ്ങനെ ആരെയാ ഓർമ്മപ്പെടുത്തുന്നത്? റമദാൻ 17 അന്ന് ബദറിൽ ചെന്ന് ത്യാഗോജ്വലമായ ജീവിതം കാഴ്ചവെച്ചവർ. ബദർ ഞാൻ പറയണില്ല, എൻ്റെ വിഷയം അതല്ല താനും. പക്ഷെ അതിലൊന്ന് പറയണം. ബദറിൽ മരണപ്പെട്ടവർ ശുഹദാക്കന്മാർ, അവരുടെ ഖബറിടം ഇന്നും അവിടെയുണ്ട്. ഇനി സദസ്സിലിരിക്കണ ഏതെങ്കിലും മനുഷ്യൻ്റെ തലൻ്റെ ഉള്ളിൽ ഇനിയെങ്കിലും കയറാതെ പോയ, അസ്തമിക്കാതെ, തെളിഞ്ഞു പോകാത്ത എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ പറയാം. ആ ഒറിജിനൽ ശുഹദാക്കന്മാരുടെ ഖബറിൻ്റെ മുകളിൽ ഒരു വെള്ള പെയിൻ്റ് അടിച്ച് പേരെഴുതി വെച്ചിട്ടില്ല. ഒരു ചന്ദനത്തിരിൻ്റെ കഷ്ണം ഇവിടെ കത്തിച്ചു വെച്ചിട്ടില്ല. സൗദി അറേബ്യൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, അത് ചെയ്യാൻ ദീനിൽ ഒരു വരി കാണാനില്ലാത്തത് കൊണ്ട് മാത്രം. ഞാൻ ബദർ ശുഹദാക്കന്മാർ, ഉഹദ് ശുഹദാക്കന്മാരുടെ ഖബർ ശരിക്ക് കണ്ടതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ പറയാലോ. എന്തുകൊണ്ട് നമ്മൾ പാഠം പഠിക്കുന്നില്ല? ബദർ യുദ്ധം കഴിഞ്ഞു, ബദർ യുദ്ധം കഴിഞ്ഞു. പിറ്റേ അടുത്ത ദിവസങ്ങൾ മദീന പള്ളിയിൽ ഇവർ നിസ്കരിക്കാൻ വരുന്ന രംഗുണ്ട്. എന്നാലോചിച്ച് നോക്കണം കേട്ടോ. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതുപോലെ കൈകാലുകൾ നഷ്ടപ്പെട്ടവർ, ചെവി മുറിഞ്ഞവർ, മൂക്ക് മുറിഞ്ഞവർ, വിരലൊട്ടിയവർ, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുറിയേൽക്കാത്ത, ചോരയൊലിക്കാത്ത, പൊട്ടിയൊലിക്കാത്ത മനുഷ്യരുണ്ടായിരുന്നില്ല. എന്തിനായിരുന്നു? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പടച്ചോനോട് മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഈ അടുത്ത് വടകര നാദാപുരം ഭാഗത്തൊരു തീപിടുത്തമുണ്ടായി. അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു ഉമ്മ
വലിയ പ്രതീക്ഷയോടുകൂടെ ബദരീങ്ങളെ 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 എന്ന് പ്രാർത്ഥിക്കുന്ന പച്ചമലയാളത്തിലെ വാചകങ്ങൾ നമ്മുടെ മനസ്സ് തട്ടണം. ഇത്രയും വലിയൊരു ദുരന്തം കണ്ണിൻ്റെ മുമ്പിൽ കാണുമ്പോൾ പോലും മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രിയപ്പെട്ടവരുടെ ചുണ്ടിൽ നിന്ന് അല്ലാ എന്ന വിളി വരാത്തതിൻ്റെ കാരണക്കാർ ആരാണോ ഒരു നാളെ പരലോകത്ത് കാരണം ബോധ്യപ്പെടുത്തണം. അത് വിചാരണൻ്റെ വേറെ റോളാണ്. ഓരോരുത്തരും ചെയ്തതിനുള്ളത് അനുഭവിക്കുന്നൊരു ലോകം. മഹാനായ യസീദുർ റഖാശി റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, യസീദ് ആരോടുമല്ല, ഒരിക്കൽ തന്നെ ഉപദേശിക്കാൻ, സ്വയം നന്നാകാൻ വേണ്ടി യസീദേ എന്ന് വിളിച്ച് യസീദുർ റഖാശി പറയാണ്, മൻദല്ലദീ യുസല്ലി അൻക ബഅദൽ മൗത്ത്. യസീദേ, നീ മരിച്ചാൽ പിന്നെ ആരാ നിസ്കരിക്കാനുള്ളത്? പിന്നെ നമുക്ക് നിസ്കരിക്കാൻ ചാൻസ് ഇല്ല, കഴിഞ്ഞു. ഇപ്പം നമുക്ക് നിസ്കരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. പള്ളിയിൽ പോവുക, അങ്ങനെ ജമാഅത്തിൽ പോവുക, പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ ക്ലാസ് കേട്ടിരിക്കുക, മൂപ്പർക്ക് ഇങ്ങനെ പ്രസംഗിച്ചാൽ മതി, നമ്മളിങ്ങനെ ഇരിക്കണ്ടേ, എന്താ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടാണ്? ശരി, നമ്മൾ മരിച്ചാൽ കഴിഞ്ഞു, നിസ്കരിക്കാനുള്ള ചാൻസ് കഴിഞ്ഞു. നീ മരിച്ചാൽ പിന്നെ നിസ്കരിക്കാൻ പറ്റില്ല, നീ മരിച്ചാൽ പിന്നെ നോമ്പ് നോൽക്കാ, പിന്നെ എന്ത് വകുപ്പാ ഉള്ളത്? കഴിഞ്ഞു. നീ മരിച്ചാൽ ഇനി മുതൽ വീട് നിന്റെ ഖബറാണ്. എൻ്റെ വീട് ഖബറാണ്. ഇനി മുതൽ നിന്റെ വിരിപ്പും പുതപ്പുമൊക്കെ മണ്ണാണ്, ചളിയാണ്. ഇനി മുതൽ നിന്റെ ചങ്ങാതിമാര് പുഴുക്കളായിരിക്കും. ഇത് യസീദിന് മാത്രമല്ല, സുബൈറിന് ബാധകമാണ്, നമുക്കൊക്കെ ബാധകമാണ്. നമ്മളെ പഠിപ്പിക്കുകയാണത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖബർസ്ഥാനിലേക്ക് കയറി ചെന്നു. എന്നിട്ടിങ്ങനെ കൂടുതലുള്ള അനുയായികളോട് പഠിപ്പിച്ചു കൊടുക്കണ്. സംസാരിക്കുന്നത് ഖബറാളികളെ എന്ന് വിളിച്ചിട്ടാണ്. അവർക്കുള്ള ഉപദേശമല്ല, അവർക്ക് ഇനി ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. ബാക്കിൽ നിൽക്കുന്ന ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാം, അല്ലയോ ഖബറാളികളെ, അഹ്ലൽ ഖുബൂർ അമദ്ദിയാറു ഫഖദ് സുഖിനത്. നിങ്ങളെ വീടല്ലേ നിങ്ങളെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ആലോചന. വീട് ശാന്തമായി ഒഴുകുന്നു, അവിടുത്തെ ഒരു കാര്യവും മുടങ്ങിയിട്ടില്ല, എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഖബറിലാണ്. പിന്നെ നിങ്ങൾ ബേജാറ് നിങ്ങളുടെ പൈസനെ കുറിച്ചല്ലേ. അർഹതപ്പെട്ട അതിൻ്റെ കൃത്യമായ അനന്തരാവകാശികൾക്ക് സമയബന്ധിതമായി 8-1, 4-1, 6-1, 3-1 പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ സമയത്ത് ഈമാനുള്ള ആൾക്കാർ വേഗം വീതിച്ചു കൊടുക്കും, അല്ലാത്തവനവൻ്റെ സൗകര്യം പോലെ കൊടുക്കും. അത് വേഗത്തിൽ അനന്തരാവകാശികൾക്ക് വീതിച്ചു കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ടുണ്ട്, അതും ശരിയായി പോകുന്നുണ്ട്. പിന്നെ നിൻ്റെ മുമ്പിലുള്ള അടുത്ത തടസ്സം നിൻ്റെ ഭാര്യയല്ലേ. ഫഖദ് നുക്കിഹത്. പറ്റുന്നൊരാലോചന വന്നപ്പോൾ വേറൊരു ചങ്ങായി വന്ന് അവളെ കെട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. അവൾ മറ്റൊരു മണിയറയിൽ സുഖമായി ജീവിക്കുന്നുണ്ട്. നീ ഇപ്പോഴും ഖബറിലാണ്. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്കെപ്പോഴെങ്കിലും എഴുന്നേറ്റ് വന്ന് ഞങ്ങളോടൊരു ഉപദേശം നൽകാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു, ഖൈറസ്സാദി തഖ്വ. ഈ ദുനിയാവിലെ ഈ കുഞ്ഞു ജീവിതത്തിൽ പരമാവധി തഖ്വ ഉണ്ടാക്കിക്കോളൂ. ഈ ഖബറിൻ്റെ ഉള്ളിൽ അതാണ് വേണ്ടത്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ നമ്മുടെ ഖബറിലേക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്തു വെച്ചിട്ടുള്ളത്? ജാരിയായ സ്വതക്ക ചെയ്തു വെച്ചിട്ടുണ്ടോ? ഇൽമുൻ നാഫിഅ ഉണ്ടോ? വലദുൻ സാലിഹുണ്ടോ? അങ്ങനെ ഉണ്ട്. എണ്ണി നോക്കി നമ്മൾ നമ്മുടെ ഖബറിലേക്ക് വേണ്ടി എന്തിനാ ഖബറിന് വേണ്ടി ഒരുങ്ങണത്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ട് കരയാൻ തുടങ്ങി. എത്രത്തോളം കരഞ്ഞു എന്ന് വെച്ചാൽ ഹത്താ യബുല്ല ലിഹ്യതഹു, അദ്ദേഹത്തിൻ്റെ നരബാധിച്ച താടിരോമങ്ങളിലൂടെ കരഞ്ഞിട്ടിങ്ങനെ കണ്ണീര് ചാലിട്ടൊഴുകുമായിരുന്നു. മോത്ത് കൂടെ അല്ല, താടി കൂടെ ഒഴുകായിരുന്നു. എന്തിനാ നിങ്ങൾ ഖബർ കണ്ടാ കരയുന്നത്? ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഈ ഖബർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പരലോകത്തേക്കുള്ള ഒന്നാമത്തെ ഭവനമാണ്. അവിടെ രക്ഷപ്പെട്ടാൽ അവൻ്റെ ബാക്കിയുള്ള കാലം രക്ഷപ്പെടും. അവിടെ ശിക്ഷിക്കപ്പെട്ടാൽ പിന്നീടുള്ള കാലം അവന് ശിക്ഷ തന്നെയാണ്. മാത്രമല്ല ഖബറിൽ എത്ര കാലം കിടക്കേണ്ടി വരും? നമ്മുടെ പ്രിയപ്പെട്ട വല്ലിപ്പാൻ്റെ വല്ലിപ്പമാർ 10, 100, 200, 300 കൊല്ലം കൂട്ടിക്കോ, അവരിപ്പോഴും ഖബറിലാണ്. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. പ്രിയങ്കരായ നമ്മുടെ പ്രാസ്ഥാനിക നേതാക്കന്മാർ, പണ്ഡിതന്മാർ, ചാലകശക്തികളായ ഇതിന് തുടക്കമിട്ട നമ്മുടെ നേതാക്കന്മാർ ഖബറിനകത്താണ്.
സ്വതന്ത്ര സമര സേനാനികളായ മഹാരഥന്മാരായ നമ്മുടെ എത്രയെത്ര പണ്ഡിതവര്യന്മാർ എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞു. മഹാന്മാരായ അമ്പിയാക്കന്മാർ, ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വായിക്ക്, എത്ര കൊല്ലം കഴിഞ്ഞു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മിനിമം 5000 വർഷമെങ്കിലും കഴിഞ്ഞു. ഇപ്പോഴും ബർസഖിലാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലമായി മദീനയുടെ ഷറഫാക്കപ്പെട്ട മണ്ണിൽ കിടക്കുന്നു. 1400 കൊല്ലം കഴിഞ്ഞിട്ടും തീരുമാനമായിട്ടില്ല. നമ്മൾ നമ്മുടെ ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ന് എണീക്കുമെന്നാ വിചാരിക്കുന്നത്? അള്ളാഹുവിൻ്റെ തീരുമാനം വരുന്നത് വരെ അവൻ ആ ഖബറില്ല. അവിടെ രക്ഷപ്പെടണം. അവർക്കേ ബാക്കി കാര്യം രക്ഷപ്പെടാൻ പറ്റൂ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ദുനിയാവ് തീർന്നുകൊണ്ടിരിക്കുകയാണ്, മുദ്ബിറത്താണ്, പിന്നോട്ടാ പോണത്. ഒരു ദിവസം കഴിഞ്ഞാൽ ദുനിയാവിൻ്റെ ഒരു ദിവസം തീരുകയാണ്. വല്ലാഖിറത്തു മുഖ്ബിലത്തുൻ, പരലോകത്തിലേക്ക് മനുഷ്യ മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ദിവസം കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോളിയും, നമ്മൾ പരലോകത്തേക്ക് മുന്നോട്ട് പോവുകയാണ്. ദുനിയാവിൽ ചില മക്കളുണ്ട്, അവർ ദുനിയാവിൻ്റെ മക്കളാണ്. അവർക്ക് കുറേ കളി, ചിരി, വിനോദങ്ങൾ, തമാശകൾ. അപ്പോൾ പല പള്ളികളിലും തറാവീന് ചെറുപ്പക്കാരധികം കാണില്ല. അപ്പോൾ എന്താന്നിങ്ങനെ ഒരു ചെറുപ്പക്കാരെ കാണാതെ ആവുമ്പോൾ IPL തുടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു, ക്രിക്കറ്റ് തുടങ്ങിയിരിക്കണോ, അത് നമ്മൾ ടീമിൻ്റെ കളിയാണ് എന്നാൽ തീരുക. അത് കുറച്ച് കഴിഞ്ഞ് പെരുന്നാൾ നമുക്ക് കഴിയണം. അപ്പോൾ 8 മണിക്ക് ഇശാനിസ്കാരത്തിന് തന്നെ വന്നിട്ട് ബേജാറിൽ നിസ്കരിച്ച് പോകണം. ഓനോടാണ് 11 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഓന് ഞാൻ പോവുക. കുറേ രാഷ്ട്രീയക്കാരൊന്നും പള്ളിയിൽ കാണാനല്ല. അപ്പോൾ എന്ത് പറഞ്ഞു, ലോക്സഭ തെരഞ്ഞെടുപ്പ് വരാണ്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആയിക്കോട്ടെ, വേണ്ട, അതൊന്നും ഒഴിഞ്ഞിക്കണം എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ഈ ഒരു മണിക്കൂർ നമ്മുടെ ഇബാദത്തുകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ ദുനിയാവിൻ്റെ പിന്നിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം പറയാനേ. ചില മനുഷ്യന്മാരുണ്ട് ഒരു ദുനിയാവിന് വേണ്ടി ഇങ്ങനെ ഓടുകയാണ്. ചില മനുഷ്യരുണ്ട്, അവർ അബ്നാഉൽ ആഖിറ, അവർ പരലോകത്തിൻ്റെ മക്കളാണ്. ഒരു പരലോകം കിട്ടാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിൻ്റെ മക്കളാകണം കേട്ടോ. അവിടേക്ക് വേണ്ടി അധ്വാനിക്കുന്ന, ദുനിയാവിൻ്റെ അവസരങ്ങളെല്ലാം നാളേക്ക് വേണ്ടി മാറ്റിവെക്കുന്നവരായി മാറണം. എന്തേ കാരണം? ഫഇന്ന ഫിദ് ദുനിയാ അമലും വലാ ഹിസാബ്, ഈ ദുനിയാവിൽ ഒരു മനുഷ്യനും വിചാരണയുണ്ടാകില്ല. ഫിഹാ അമലുൻ, ഇവിടെ അമല് മാത്രമാണ് ഉണ്ടാവുക. ഇവിടെ ദിക്ർ ചൊല്ലാം, സ്വലാത്ത് ചൊല്ലാം, സ്വതക്കകൾ ചെയ്യാം, ഖുർആൻ ഓതാം, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാനുള്ള വേദി ദുനിയാവാണ്. ഇവിടെ ഒരാളെയും അല്ലാഹു വിചാരണ ചെയ്യൂല. ഇന്ന് ളുഹർ നിസ്കരിച്ചു, ശരിയായിക്കണോ ശരിയായിട്ടില്ലേ, വിചാരണല്ല, ഒക്കെ വേറെ. ഇന്നലെ വരെ നിസ്കരിച്ച നിസ്കാരങ്ങൾ ശരിയായിക്കണോ സ്വീകരിച്ചിക്കണോ, വിചാരണപ്പെടല്ല. ഇതൊക്കെ പിന്നെ ഇവിടെ പണിയെടുക്കുക, ഇവിടെ അമല് ചെയ്യുക. അമല് ചെയ്ത് അധ്വാനിച്ച് പ്രതിഫലം വാരിക്കൂട്ടാൻ വേണ്ടി നമ്മൾ പോകുകയാണ്. ചിലപ്പോൾ ആ അധ്വാനത്തിൻ്റെ ഫലം എന്തായിരിക്കാമെന്നൊന്നും നമുക്കറിയില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 കൊല്ലം ദഅവത്ത് നടത്തി. റിസൾട്ട് എന്താ? 70 ആൾ 80 ആൾ ചെയ്യും. റിസൾട്ട് എന്ത് എന്നുള്ളതിൽ പ്രസക്തിയില്ല, നമ്മൾ ചെയ്തോ എന്നുള്ളതാണ് കാര്യം. നമ്മൾ ചെയ്തുക്കണോ, നമ്മൾ ചെയ്തിരിക്കണം, അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഈ ദുനിയാവിൽ ഒരിക്കലും വിചാരണല്ല, ചെയ്യാനുള്ള അധ്വാനത്തിൻ്റെ ലോകമാണ്. വല്ലാഖിറ, നാളെ പരലോകത്ത്, ഫിഹാ ഹിസാബ്, പരലോകത്ത് വിചാരണയാണ്. വലാ അമലു, ഒരാൾക്കും ഒരു പ്രവൃത്തിയും അവിടെ ചെയ്യാൻ സാധ്യമല്ല. ഒന്ന് നിസ്കരിക്കണമെന്നുണ്ട്, നടക്കൂല. തൗബ ചെയ്യണമെന്നുണ്ട്, നടക്കൂല. എന്തെങ്കിലുമൊക്കെ ചൊല്ലിപ്പെറുക്കിയും കൊണ്ടിരിക്കണം എന്ന് അവന് താല്പര്യമുണ്ട്, കഴിയില്ല. അപ്പം എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു വലിയ വിചാരണ നേരിടാനുള്ള ഒരു പരലോകം വരാണ്ട് അതിന് ഒരുങ്ങേണ്ടത് അന്ന് രാവിലെ നീറ്റ് ഒരുങ്ങാൻ കഴിയില്ല. ഈ ചെറിയ ഇടത്താവളമായ ദുനിയാവിൻ്റെ സമയത്ത് നമ്മൾ ഒരുങ്ങിയാൽ ഖബർ മുതലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റും. ഖബറിൽ കുറെ കാലം ഇങ്ങനെ കടക്കും, ഒരുപാട് കാലം കടന്ന് ഖബറിനകത്ത് ഇങ്ങനെ കഴിഞ്ഞ് ഒരു ദിവസം തീരുമാനിക്കുന്ന അള്ളാഹുവിൻ്റെ തീരുമാനം ഉണ്ടാകും. ആ തീരുമാനത്തിൻ്റെ ദിവസം ഒരു കാഹളത്തിൽ ഊത്തപ്പെടും. അതോടുകൂടി വിചാരണയിലേക്കുള്ള ഒരുക്കങ്ങളാവുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല. ആകാശഭൂമി ലോകം സൃഷ്ടിച്ച അന്ന്
ഒരു മലക്കിൻ്റെ കയ്യിൽ ഒരു കാഹളം കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അന്ന് ആ മലക്കിൻ്റെ പേര് ഇസ്രാഫീൽ എന്നാണ്. ആ കാഹളം തൻ്റെ ചുണ്ടോട് ചേർത്ത് മലക്കിങ്ങനെ പിടിച്ചിരിക്കുകയാണ്, അള്ളാഹുവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ നോക്കണമെന്നറിയോ? എപ്പോഴാ എന്നോട് ഇതിൽ ഊതാൻ പറയുന്നത്, അപ്പോൾ ആ കാഹളത്തിൽ ഊതാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു മലക്ക് വരെയുണ്ട്. നമ്മൾ വിചാരിക്കുകയാണ് പരലോകം, അതൊക്കെ ഇനി എത്ര കൊല്ലം കഴിയണം. ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ. അവർ ഖിയാമത്ത് നാളിനെ ഒരുപാട് വിദൂരതയിലാണ് കാണുന്നത്. നാം ഖിയാമത്ത് നാളിനെ കാണുന്നത് വളരെ അടുത്തായിട്ടാണ്. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ചന്ദ്രൻ പിളർന്ന സംഭവം കഴിഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞില്ലേ? ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിരുന്നു, അത് കഴിഞ്ഞില്ലേ? സ്വഹാബത്തിൻ്റെ മരണം അടയാളമായിരുന്നു, അത് കഴിഞ്ഞില്ലേ? ഒട്ടനേകം സംഭവങ്ങൾ കഴിഞ്ഞുപോയി. ഇനി കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ട് നടക്കാനുണ്ട്. ശരിയാണ്, പ്രമാണങ്ങൾ പഠിച്ചാൽ, വഹീ പഠിച്ചാൽ, ഹദീസുകൾ പഠിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കിനോട് ഊതാൻ പറഞ്ഞാൽ മതി, പിന്നെ തീരുമാനമായി. വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ അങ്ങ് ഊതപ്പെടും. فصعق من في السماوات ومن في الأرض إلا ما شاء الله. ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാവരും അന്ന് ചലനമറ്റവരായി തീരും, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് രണ്ടാമതൊന്നുകൂടെ ഊതും. ഫൈദാഹും ഖിയാമുൻ യൻളുറൂൻ, എല്ലാവരും അതാ എഴുന്നേറ്റ് നോക്കുന്നവരായി അവിടേക്ക് എഴുന്നേറ്റ് ജീവനോടെ വരുന്നതാണ്. 39-ാമത്തെ അധ്യായത്തിൻ്റെ 68-ാമത്തെ ആയത്തിൽ കാണാം. ഇതിൻ്റെ ഇടയിൽ ഒരു തവണ കാഹളത്തിൽ ഊതി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഊത്തൂതല്ല. ഹദീസിൽ പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ബൈനൻ നഫ്ഖതൈനി 40, 2 ഊത്തുകൾക്കിടയിൽ 40 ഗ്യാപ്പ് ഉണ്ടാകും. ചിലർ പറഞ്ഞു 40 ദിവസമാണ്, ചിലർ പറഞ്ഞു 40 മാസമാണ്. ഭൂരിഭാഗം ആളുകൾ പറയുന്നു 40 ശഹ്റാ, 40 മാസം എന്ന് പറഞ്ഞു. കൂടുതൽ ആളുകൾ പറയുന്നത് 40 സന, 40 വർഷത്തോളം ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ഈ വർഷം കൂടി ആവൂല. അങ്ങേയറ്റത്തെ കാലം അതിൽ കഴിഞ്ഞു പോയിട്ടാണ് ഒരു ഊത്ത് നടക്കുന്നത്. അതോടുകൂടെ എല്ലാം തീരുമാനമാവുകയാണ്. എല്ലാം ഇതുവരെ. അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, എന്ത് വർത്താനാ പറയണത്? ആ ഊതുമ്പോഴത്തേക്ക് ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് ആൾക്കാർ എണീറ്റ് വരുന്നോ? മണ്ണായി ചാരമായി ഒരടയാളം പോലും ബാക്കിയില്ലാത്ത മനുഷ്യരൊക്കെ എങ്ങനെ എണീറ്റ് വരുന്നാ പറയുന്നത്? ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലു ബിനി ആദം യഅ്കുലുഹു തുറാബ്. ആദമിൻ്റെ സന്താനത്തെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ആ മണ്ണ് എല്ലാ സാധനവും തിന്നങ്ങോട്ട് തീർക്കും. നമ്മളിങ്ങനെ തേച്ചും മിനിക്കെറ്റിയപ്പോഴേക്ക് നടക്കണ ഈ ശരീരം ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ 3 ദിവസം കഴിയുമ്പോൾ കണ്ണ് ഇങ്ങനെ പൊട്ടി അങ്ങോട്ട് ഒലിക്കാൻ തുടങ്ങും. ആദ്യം ജീർണിക്കുന്നത് നമ്മുടെ വയറാണ്, അത് പുറത്തേക്ക് ചാടി ഒഴുകാൻ തുടങ്ങും. പിന്നെ നമ്മളെ ഇറച്ചി കഷ്ണങ്ങൾ ഇങ്ങനെ പതുക്കെ 7 ദിവസം 6 ദിവസം കഴിയുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ്. ഖബറിൽ ഇങ്ങനെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഓരോന്ന് പൊട്ടുമ്പോൾ അവിടെ ഇറച്ചിക്കോലി വലിക്കുക. അവിടെ 3 അന്ന് ശരീരത്തിൻ്റെ ഓരോ ഇറച്ചിയും അങ്ങനെ ഉറുമ്പരിച്ച് ചെതലരിച്ച് വരാൻ തുടങ്ങുമ്പോൾ വീട്ടിൽ ബിരിയാണി കിട്ടിക്കണോ, കച്ചമ്പർ കിട്ടിയിട്ടില്ലേ, പപ്പടം ടേസ്റ്റില്ലേ ചോദിച്ച് അവിടെ 7ൻ്റെ അന്ന് വലിയ പോത്തിനർത്തക്കാണ്. ആരെങ്കിലും ചിന്തിക്കാത്ത മനുഷ്യന്മാരുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെ. ഇതൊക്കെ മയ്യത്തിന് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മരണവും അനുബന്ധ സംഭവമൊക്കെ ചരിത്രത്തിൽ എന്ന് തുടങ്ങിയതാ? നിങ്ങൾ ഏതെങ്കിലും പ്രവാചകന്മാരെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സ്വഹാബത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? അവരുടെ പേരും പറഞ്ഞ് അവരുടെ വീട്ടിൽ പോയി എത്രത്തോളം എന്ന് വെച്ചാൽ സങ്കടം തോന്നും. ചിലപ്പോൾ ചില മയ്യത്തൊക്കെ മരണപ്പെട്ടിട്ട് ആ വീടൊക്കെ ദയനീയാവസ്ഥയിലായിരിക്കും. അവിടെ ഒരു വിധവയായ ഇരിക്കുന്ന ഒരു ഉമ്മയുണ്ട് എന്നും യതീമായ 2-3 മക്കളുണ്ട് എന്ന് ഓർമ്മയില്ലാതെ അന്ന് വൈകുന്നേരത്ത് തന്നെ ആൾക്കാരൊക്കെ കൂടി വന്നിരുന്ന് അവിടെ ഒരു സദ്യയും ചോറൊക്കെ വിളമ്പുക. ലോൺ എടുത്തിട്ട്, ഞാൻ സത്യം പറയാലോ, ലോൺ എടുത്തിട്ട് ഉപ്പാൻ്റെ അടിയന്തരം നടത്തിയ മനുഷ്യന്മാരുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാരോ? ഇല്ലെങ്കിൽ നാട്ടുകാർ വിചാരിക്കുത്രേ വാപ്പാനോട് സ്നേഹമില്ല. അതുകൊണ്ട് ഗംഭീര പരിപാടി, കല്യാണം നടത്തുന്ന മാതിരി വലിയ പന്തലൊക്കെ ഇട്ട് സെറ്റപ്പ് പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്.
എൻ്റെ പ്രിയപ്പെട്ടവരെ ആലോചിച്ച് നോക്ക്, ഹദീസ് പറഞ്ഞ വാക്ക്, മനുഷ്യൻ്റെ അവയവങ്ങളെല്ലാം മണ്ണങ്ങനെ തിന്നും. അവൻ്റെ ശരീരത്തിലെ ഒരു സാധനം ഒഴികെ വാൽക്കുറ്റി എന്നറിയപ്പെടുന്ന നട്ടെല്ലിൻ്റെ ഭാഗത്തുള്ള ഒരു ചെറിയ അംശമുണ്ട്. മിൻഹു ഖുലിഖാ വഫീഹി യുറക്കബു. അതിൽ നിന്നാണ് മനുഷ്യരെ നിങ്ങളുടെ സൃഷ്ടിപ്പ് ആരംഭിച്ചത്. അതിൽ നിന്ന് തന്നെയാണ് നിങ്ങളെ വീണ്ടും അല്ലാഹു തആല ഹയാത്താക്കുന്നത്. ഒരു ബ്ലാക്ക് പോയിന്റ് ഉണ്ട്, അതിൽ നിന്ന് മനുഷ്യരെ രണ്ടാമത് എഴുന്നേൽപ്പിക്കും. അതാരായാലും ശരി, അത് അവൻ എവിടെയായിരുന്നാലും ശരി, അവിടെ എല്ലാം അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഭൂമി പിളർന്ന് അതിനുള്ളിലുള്ളവരൊക്കെ ആകാശത്തുനിന്നൊരു മഴ പെയ്ത് ചീരച്ചെടികൾ മുളച്ചു പൊന്തുന്ന പോലെ മനുഷ്യന്മാർ കബറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ ഇങ്ങനെ ചാടി വരുന്നു. യൗമ തശഖഖുൽ അർളു അൻഹും സിറാഅ ദാലിക ഹശ്റുൻ അലൈനാ യസീർ. അവരെ വിട്ടുകൊണ്ട് ഭൂമി പിളർന്ന് മാറിക്കളയുന്ന ദിവസമാണ്, വേഗത്തിൽ ഭൂമി പിളരുന്ന ദിവസമാണ്. ദാലിക ഹശ്റുൻ അലൈനാ യസീർ. അവരെ ഒരുമിച്ച് മഹ്ശറിൽ ഒരുമിച്ച് വിചാരണക്ക് വെക്കുക എന്നത് നമുക്ക് എളുപ്പമുള്ള കാര്യമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യമാണ്. 50-ാം സൂറത്തിൻ്റെ 44-ാമത്തെ ആയത്തിലുള്ള വിശദീകരിച്ച് തരിക. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ? ഇപ്പോഴും നമ്മുടെ ക്യാമ്പസിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, വിദേശത്തെ പല യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ല പ്രൊഫഷണൽ ടച്ചുള്ള ആളുകൾ വരെ ചോദിക്കണം, അങ്ങനെയൊക്കെ ഖിയാമത്ത് ഉണ്ടാകുമോ? സുഹൃത്തുക്കൾ, രാത്രി ഉറങ്ങിയിട്ട് രാവിലെ നമ്മൾ എണീക്കണില്ല, അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ എവിടെയിരുന്നു? എല്ലാ ദിവസവും നമ്മൾ പരലോകം ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുക. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരിച്ചതിന് ശേഷം എന്നെ ജീവിപ്പിച്ചവനായ റബ്ബേ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. ഈ വേനൽക്കാലം ചുട്ടുപൊള്ള 39-40 ഡിഗ്രി ഒക്കെയാണ്. അള്ളാഹു ഉപകാരപ്രദമായ വലിയ മഴ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പല പ്രദേശങ്ങളും വലിയ വരൾച്ചയിലാണ് ഉള്ളത്. ബാംഗ്ലൂർ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ടൗൺ ഏരിയകളിൽ വെള്ളം എന്ന് പറഞ്ഞ സംഭവം ഇല്ലാത്തതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കി വന്നിരിക്കണമെന്ന് പോസ്റ്റ് ഒട്ടിച്ചിരിക്കുകയാണ് പള്ളിയിൽ. ഒതുണ്ടാക്കുമ്പോൾ വെള്ളമില്ല. ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് നല്ലോണം ശ്രദ്ധിച്ച് ജീവിക്കും. അള്ളാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹമായ മഴ അതങ്ങ് പെയ്യുമ്പോൾ എത്ര വറ്റി വരേണ്ട സ്ഥലം കാണങ്ങനെ മുളച്ചിങ്ങനെ ഓരോ ചെടികളും ഇങ്ങനെ പൊന്താൻ തുടങ്ങുന്നു. ഇതൊക്കെ പരലോകത്തിൻ്റെ സൂചനകളാണ്. പിന്നെ നമുക്ക് ആലോചിക്കാലോ, നമ്മൾ ആരുമായിരുന്നില്ലല്ലോ, നമ്മൾ 100 കൊല്ലം മുമ്പ് ആരായിരുന്നു? എങ്കിൽ ഇന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കിയില്ലേ, ഒന്നുമില്ലാത്തിടത്തുനിന്ന് ഇങ്ങനെയൊക്കെ ആക്കിയെങ്കിൽ രണ്ടാമതൊന്നുകൂടെ നമ്മളെ സൃഷ്ടിക്കുക എന്നുള്ളത് അള്ളാഹ്ക്കൊരു സംശയം വേണ്ട, അള്ളാഹ്ക്ക് കഴിയും. അള്ളാഹ് പറഞ്ഞു വഅന്ന സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹ് പറയാണ്, ഖിയാമത്ത് നാൾ സംഭവിക്കും. ലാ റൈബ ഫീഹാ, സംശയം വേണ്ട, ഡൗട്ട് വേണ്ട, നിങ്ങൾക്കതിലൊരു ഊഹം പോലും വേണ്ട. വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറിനകത്തുള്ളവരൊക്കെ പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസമാണ്. മണ്ണിൽ ലയിച്ചവർ മുഴുവൻ കത്തിക്കരിഞ്ഞവരാകട്ടെ, അല്ലെങ്കിൽ കടലിലൊഴുക്കപ്പെട്ടവരാകട്ടെ, എവിടെയാണെങ്കിലും അവനെ കൊണ്ടുവരും. ചില ആൾക്കാർ ചോദിക്കാൻ, അല്ല ഒരാൾ കബറിൽ വെച്ചിട്ടില്ല, അയാൾ പണ്ടെങ്ങനെയോ പോയിട്ട് കടലിലാണ് മരിച്ചത്, പിന്നെ ബെഡ് ബോഡി ഒന്നും കിട്ടിയിട്ടില്ല, അപ്പോൾ ഓലൊക്കെ എങ്ങനെ ഉണ്ടാവുക? അള്ളാൻ്റെ ഖുർആൻ പറയാണ്, അൽ ബഖറയിലെ 148 ഐനമാ തകൂനൂ യഅതി ബികുമുല്ലാഹു ജമീഅ. നിങ്ങൾ എവിടെയാണെങ്കിലും രണ്ടാമത് അല്ലാഹു നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. മണ്ണിൽ തന്നെ വേണമെന്നില്ല, മണ്ണിൽ തന്നെ കിടക്കണമെന്നൊന്നുമില്ല, എവിടെയാലും കുഴപ്പമില്ല. കത്തിക്കരിഞ്ഞിട്ട് തീർന്നാൽ അതല്ലേ നമ്മുടെ സഹോദരങ്ങൾ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ പ്രിയങ്കരായ, നമ്മുടെ വിഷമം തോന്നാറില്ലേ, മുസ്ലിങ്ങളായവരെ കൊണ്ടുപോയി സ്വന്തം കുടുംബാംഗങ്ങളൊക്കെ കൊണ്ടുപോയി കത്തിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വിറകിട്ട് കൊണ്ടുപോയി കത്തിച്ച് ചാമ്പലാക്കുന്നു. ഒരു വിശ്വാസം എന്താണ്? അതോടുകൂടി കഴിഞ്ഞു, ഇനി പ്രശ്നമില്ല എന്നാണ് വിചാരിക്കുന്നത്. അള്ളാൻ്റെ ഖുർആൻ പറയാണ്, എവിടെയാണെങ്കിലും ശരി അവർ വരും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അടച്ചൊന്നതൊരു പ്രശ്നമല്ല. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് യാസീൻ സൂറത്ത് ഇങ്ങനെ ഓതും. ആകെ പണ്ട് കാലത്ത് കാണാതെ പഠിച്ചിരുന്നൊരു സൂറത്താണ് യാസീൻ സൂറത്ത്. എന്നാൽ അതിൻ്റെ അർത്ഥം അറിയോ? അത് ശരിക്കും അർത്ഥമറിഞ്ഞ് ജീവിച്ചാണ്ടല്ലോ, അതിൽ പറയാത്ത മേഖലല്ല.
സ്വർഗവും നരകവും പരലോകവും ഖിയാമത്ത് നാളൊക്കെ അങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യന്മാർ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അവർ പറയും ഇത്ര ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങൾ എണീപ്പിച്ചത്? ഞങ്ങൾ ഉറങ്ങുന്നിടത്തുനിന്ന് ആരാ അപ്പം ഞങ്ങളെ തട്ടി ഉണർത്തിയത്? وَنُفِخَ فِي الصُّورِ فَإِذَا هُمْ مِنَ الْأَجْدَاثِ إِلَى رَبِّهِمْ يَنْسِلُونَ. അല്ലാഹുവിലേക്ക് ആ മൃതശരീരങ്ങളെല്ലാം പുറത്തേക്ക് വരുന്ന രംഗം അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഖിയാമത്ത് നാളിൻ്റെ വിശദീകരിക്കപ്പെടുന്ന ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ കണ്ടന്റ് ചുരുക്കി പറയാൻ ആഗ്രഹിക്കാം. അന്ന് മനുഷ്യന്മാർ ഭയപ്പാടോടെ പേടിയോടെ മൃതശരീരങ്ങളൊക്കെ പുറത്തു വന്ന് കഅന്നഹും ജറാദും മുൻതശിർ, കൂട്ടം കൂട്ടമായി പാറി പരന്ന് നടക്കുന്ന വെട്ടുകിളികളെ പോലെയായിരിക്കുമെന്ന് മനുഷ്യർ ഒക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ കൂട്ടം കുത്തി ഇങ്ങനെ വരുന്നു. എല്ലാവരും വന്ന് വരികയാണ്, ശബ്ദങ്ങൾ പോലും ഇല്ലാതെ. വലാ തസ്മഉ ഇല്ലാ ഹംസ, ഒരനക്കമില്ല എന്ന് പറയില്ല. അവിടെ എന്ത് സംഭവിച്ചാലും ശരി അള്ളാഹുവിൻ്റെ അരികിലേക്ക് അവരെല്ലാം ഒരു പേടിച്ച് ഇരണ്ട മുഖവുമായിട്ട് അവർ വരികയാണ്. ഖബറിനകത്ത് നിന്ന് ആദ്യമായി ആരാ പുറത്തു വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ. അവസാന നാളിൽ ആദം സന്തതികളുടെ നേതാവ് ഞാനാണ്. വഅവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബർ, ഖബർ തുറന്നുകൊണ്ട് ആദ്യമായി പുറത്തു വരുന്നതും ഞാനാണ്. വഅവ്വലു ഷാഫി, ആദ്യമായൊരു ശുപാർശ നടത്തുന്നത് ഞാനാണ്. വഅവ്വലു മുശഫ്ഫഇൻ, ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും ഞാനാണ്. ആദ്യമായി അവിടുന്ന് പുറത്തു വരുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്തു വരും. വരുന്ന രംഗം പറയാണ്, യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഉറുലാ. ഖിയാമത്ത് നാളിൽ മനുഷ്യർ ഒരുമിച്ച് കൂട്ടുകയാണ്. എങ്ങനെയാണ് അവർ വരുന്നത്? ഹുഫാതൻ ഉറാതൻ ഉറുലാ, ചെരുപ്പില്ലാത്തവരാണ്, വസ്ത്രമില്ലാത്തവരാണ്, ചേലാകർമ്മം ചെയ്യാത്തവരാണ്. ജനിച്ചു വീണ പോലെ നമ്മളോട് ഹാജരാക്കപ്പെടും. എല്ലാ മനുഷ്യരും ഹാജരാക്കപ്പെടും. ചില ആൾക്കാരൊക്കെ സഹാബത്തൊക്കെ ചോദിച്ചു, നബിയെ സ്ത്രീകൾ പുരുഷന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കൂലേ? യാ ആയിഷ അൽഅംറു അശദ്ദു മിൻ അൻ യൻളുറ ബഅ്ളുഹും ഇലാ ബഅ്ളിൻ. ഇവിടെ നിന്നിങ്ങനെ പേടിച്ചരണ്ട് ഭീതി നിൽക്കുമ്പോൾ പിന്നെന്ത് ഔറത്ത് നോക്കണ്? അതിനേക്കാൾ ശക്തിയിലും സ്ട്രോങ്ങിലും പേടിയിലുമാണ് അവരൊക്കെ ജീവിക്കുന്നത്. ആർക്കും അതൊന്നും നോട്ടുണ്ടാവില്ല. അത്ര വരെ വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന്ന് ഖിയാമത്ത് നാളിൽ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടും. അങ്ങനെ വസ്ത്രമില്ലാത്തവരായിട്ട് വരും. അവ്വലു മൻ യുക്സ, ആദ്യമായി ഒരു വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കും. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ബുഖാരി ധരിക്കുന്ന ഹദീസിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കും. ഈ ഒരു പരലോകത്തൊരു വിചാരണയുണ്ടെന്ന് നമ്മളങ്ങ് മറന്ന് ജീവിച്ചാൽ നാളെ അള്ളാഹു നമ്മളെ പരലോകത്ത് ഇതുപോലെ അന്ധരായി ബധിരരായി നമ്മളെ കൊണ്ടുവരും. അതാണ് വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉംയൻ വബുക്മൻ വസുമ്മാ. ഖിയാമത്ത് നാളിൽ അവരുടെ മുഖം നിലത്ത് കുത്തിയവരായിക്കൊണ്ട്, അന്ധരായി ഊമകളായി ബധിരരായിക്കൊണ്ട് അവരെ നാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. അങ്ങനെ എല്ലാ മനുഷ്യരും വന്ന് കൊണ്ടുവരപ്പെടുകയാണ്. അവൻ്റെ കർമ്മരേഖകൾ പരിശോധിക്കുന്ന സംഭവങ്ങളുണ്ട്, അവൻ്റെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്നതുണ്ട്. ഖിയാമത്ത് നാളിൻ്റെ ഒട്ടനേകം സംഭവങ്ങൾ പറയുന്ന ഘട്ടത്തിൽ കാണാം. ആകെ എരിപൊരി കൊള്ളുന്ന വെയിലത്താണ് അവർ നിന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചാണുമേലെയാണ് സൂര്യൻ നിൽക്കുന്നത്. ഇന്നിപ്പോൾ 10,000 കിലോമീറ്റർ മേലെ നിൽക്കുന്ന സൂര്യൻ്റെ വെയിലാണ് നമുക്ക് താങ്ങാൻ വയ്യ എന്ന് പറയുന്നത്. ഒരു ചാണുയരത്തിൽ ഖദ്റ മീലിൽ നിന്നാണ്, ഒരു ചാണുയരത്തിൽ സൂര്യൻ നിന്ന് കത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് വിചാരണ വരുന്നത്. വയർത്ത് പാപക്കറകളായി മുങ്ങിക്കുളിച്ചിട്ടുണ്ടാകും മനുഷ്യർ. മനുഷ്യൻ്റെ നന്മതിന്മക്കനുസരിച്ച് വയർപ്പുണ്ടാകുന്ന പറഞ്ഞത്. അവിടെ വരപ്പെടുന്ന മനുഷ്യരുടെ കോലം കണ്ടാൽ അറിയാം ഇവരെങ്ങനത്തെ മനുഷ്യന്മാരാണ്. ചില ആളുകൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് വരും. ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ട് നീതി കാണിക്കാത്ത മനുഷ്യരാണ്. ചില മനുഷ്യരെന്ന് വരും നീളമുള്ള കഴുത്തുമായിട്ട് വരപ്പെടും. അവർ ബാങ്ക് വിളിക്കവരാണ്. ബാങ്ക് വിളിൻ്റെ മഹത്വമാണ് സൂചിപ്പിച്ചത്. ചില മനുഷ്യർ അന്ന് ചോരപ്പാടുകളുമായിട്ട് കയറി വരും. ഒരു മണമോ ദുർഗന്ധമോ ഇല്ലാത്തവരായി വരും. ഹും ഷുഹദാ, അവർ ഷുഹദാക്കന്മാരായിട്ടായിരിക്കും.
അങ്ങനെ ഓരോരുത്തരുടെ ഓരോ ദറജ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് മനുഷ്യർ കൊണ്ടുവരപ്പെടും, ഇവിടുന്ന് കവർന്നെടുത്ത സമ്പത്തുമായിട്ട് കൊണ്ടുവരപ്പെടും. മോഷ്ടിച്ച സ്വത്ത്, മറ്റുള്ളവൻ്റെത് കവർന്നെടുത്ത സ്വത്ത്, അതൊക്കെയായിട്ട് തീരുമാനത്തിലേക്ക് അവർ വരും. എല്ലാ രംഗം കൂടി വിശദീകരിക്കാൻ സമയമില്ല. മനുഷ്യനെ അന്നേ ദിവസം 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹിൻ്റെ തണലിട്ട് കൊടുത്ത് പ്രത്യേക സഹായം കൊടുക്കും. ഹദീസ് ഒന്ന് വായിക്കണം. അതിൻ്റെ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണലിട്ട് കൊടുക്കുമെങ്കിൽ നമ്മളവിടെ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. ആരാ? ഒരാൾ അവൻ ഇമാമുൻ ആദിലാണെന്നൊക്കെ പറഞ്ഞ് ഷാബുൻ നശഅ ഫി ഇബാദത്തില്ല, ചെറുപ്പക്കാരാ അള്ളാഹിൻ്റെ പരലോകത്തെ തണൽ കിട്ടാനുള്ള വഴി പറയാണ്. യുവത്വ കാലഘട്ടത്തിൽ അള്ളാഹിനെ ആരാധിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരൻ. ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടാണ്ട് അങ്ങനെ മുതലിനെ ഒരു 15 വയസ്സിൻ്റെയും 40 വയസ്സിൻ്റെയും ഇടയിൽ പള്ളിയിൽ ദീനീ രംഗത്ത് നന്മയുടെ കാര്യങ്ങളിൽ കിട്ടുന്ന ചെറുപ്പക്കാരുടെ എണ്ണം എത്രയാണ്? വറജുലൻ, വേറെ ഒരാളുണ്ട്, ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദി, പള്ളിയുമായിട്ട് നല്ല ഹൃദയബന്ധം സ്ഥാപിച്ചവൻ. ഇടക്കിടക്ക് പള്ളി പോകണമെന്നല്ല പറഞ്ഞ്, പള്ളിൻ്റെ കാര്യത്തിനേറ്റ് ഭയങ്കര അടുപ്പാണ്. അത് കഴുകുക, വൃത്തിയാക്കുക, അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഉമ്മാമിന് ഭക്ഷണം ഉണ്ടോ, അവിടെ നിന്ന് ആരെ വരുന്നത് ക്ലാസ്, ഇങ്ങനെ എപ്പോഴും പള്ളിയുമായി ഹൃദയബന്ധം സ്ഥാപിച്ചവൻ അള്ളാഹുവിൻ്റെ നാളെ തണൽ കിട്ടും. റജുലുൻ ദക്കറല്ലാഹ ഖാലിയാ ഫഫാളത് ഐനാ, ഒരുത്തൻ ഒറ്റയ്ക്കിരുന്ന് കരയാണ്. ആരും ആശുപത്രിയിലൊന്നുമില്ല, പൈസൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒറ്റയ്ക്കിരുന്ന് അള്ളാഹനെ ഓർത്ത് അവനിങ്ങനെ കരയാണ്. അല്ലാ, എൻ്റെ ദുനിയാവ് തീർന്നാൽ, എൻ്റെ പരലോകം വന്നാൽ, എൻ്റെ സ്വർഗനരകം തീരുമാനിക്കുന്ന ഘട്ടം വന്ന അവൻ അള്ളാഹനെ കുറിച്ചോർത്ത് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞവനാണെങ്കിൽ അവൻ അള്ളാഹൻ്റെ തണലുണ്ടായിരിക്കും. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനിടയിൽ പറയുന്നുണ്ട്. മനുഷ്യന്മാരുടെ വിചാരണയുടെ രംഗത്തിൽ അവൻ്റെ കയ്യിൽ അവൻ്റെ കർമ്മരേഖാ പുസ്തകം കൈ കൊടുക്കും, ചെയ്തതിൻ്റെ മുഴുവൻ രേഖ. ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ, നിന്റെ പുസ്തകം നീ വായിച്ചോ, വിചാരണ ചെയ്യാൻ നീ മതിയായവനാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ പുസ്തകത്തിലുണ്ടാവും. പിന്നെ നമുക്ക് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഞാനല്ല, അത് ഓനാണ് എന്ന് പറയാൻ ഒരു കാരണവും ഉണ്ടാവില്ല. അവിടെ സാക്ഷികൾ കൊണ്ടുവരപ്പെടും. ആരാ സാക്ഷികൾ? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വായക്ക് സീല് വെക്കും, വായഞ്ഞു മുണ്ടൂല. തൊലികൾ സംസാരിക്കും, കൈകൾ സംസാരിക്കും, കാല് സംസാരിക്കും. ചോദിക്കൂ, എന്തിനാണ് ഞങ്ങൾക്കെതിരെ നിങ്ങൾ സംസാരിക്കുന്നത്? അൻതഖനല്ലാഹ കുല്ല ഷൈഇൻ, ഇന്ന് എല്ലാത്തിനും സംസാരിക്കാനുള്ള പവർ അള്ളാഹ് നൽകിയിരിക്കുകയാണ്. ഞങ്ങളൊക്കെ പറയും, ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ സാക്ഷിയാണെന്ന് ഇവരൊക്കെ പറയും. വലത് കയ്യിലാണോ ഇടത് കയ്യിലാണോ കിതാബ് കിട്ടുന്നത്, അതോടുകൂടെ നമുക്ക് മനസ്സിലാകും നമ്മൾ എവിടേക്കാണ് പോണത് എന്നുള്ളത്. ഒന്നുകിൽ ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ്സഈർ, ഒന്നുകിൽ സ്വർഗത്തിലേക്കുള്ള വിഭാഗം അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള വിഭാഗം. അതെങ്ങനെ അറിയാം? വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, ആരുടെയെങ്കിലും കർമ്മരേഖാ പുസ്തകം അവൻ്റെ വലത് കയ്യിൽ ലഭിച്ചാൽ ഫയഖൂൽ, അവൻ പറയും യാ ലൈതനി, ഫയഖൂലു ഹാ മുഖ്റഊ കിതാബിയ, ആ പുസ്തകം ഇങ്ങനെ കാണിച്ചിട്ട് ബാക്കിയുള്ളവരോട് പറയത്തില്ല, നിങ്ങൾ നോക്ക്, ഇതെൻ്റെ കർമ്മരേഖാ പുസ്തകമാണ്. നമ്മൾ പരീക്ഷയ്ക്ക് 100 മാർക്ക് കിട്ടിയ ഒരാളും പരീക്ഷയ്ക്ക് 2 മാർക്ക് കിട്ടിയ ആളും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവില്ലേ? സന്തോഷം കൊണ്ട് ഇവൻ തൻ്റെ കൂട്ടുകാരോട് നാട്ടുകാരോട് കാണിച്ചു കൊടുക്കും, ഇതാ എൻ്റെ കർമ്മരേഖാ പുസ്തകം. എന്നിട്ട് അവൻ കാരണം പറയാൻ, എനിക്കെന്തുകൊണ്ട് ഇത് കിട്ടി? ഇങ്ങനെ ഒരു പരലോകം കണ്ടുമുട്ടേണ്ടി വരും, ഒരു വിചാരണയുണ്ടാകും എന്ന് ഞാൻ ദുനിയാവിൽ വിചാരിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നം. ഇതിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇങ്ങനെ ഒരു ലോകം വരാനുണ്ട് എന്ന ചിന്ത മറന്നോനാണ് അവിടെ കൊടുക്കുക. ഈ ചിന്തകൾ കടന്നു വന്നാൽ അവൻ്റെ സാമ്പത്തിക രംഗം കറക്റ്റാവും, സ്വഭാവം ശരിയാവും, ഭാര്യനോട് മര്യാദയിൽ പെരുമാറും. ഇന്നലെ വണ്ടൂർ ഭാഗത്ത് 2.5 വയസ്സുള്ള കുട്ടിനെയാണ് വാപ്പ പീഡിപ്പിച്ചത്. സിഗരറ്റ് കുറ്റി എടുത്തിട്ട് കുട്ടിനെ കുത്തായിരുന്നു.
കഴുത്തിലിട്ട് മുറുക്കായിരുന്നു. ഭാര്യനോടുള്ള ദേഷ്യം കാരണം കൊണ്ട് സ്വന്തം മകളെ 2.5 വയസ്സുള്ള കുട്ടിനെ കൊന്ന മനുഷ്യന്മാർ. നാളൊരു പരലോകമുണ്ട്. ഇവിടെ ചെയ്തതിന് മുഴുവൻ ഇരട്ടിയായി അതിനപ്പുറം അനുഭവിക്കേണ്ടി വരുന്ന എല്ലാവരുടെ മുമ്പിലും തുറക്കപ്പെടുന്ന ഒരു കിതാബ് വരുമെന്ന ബോധമുണ്ടെങ്കിൽ മറ്റേ മനുഷ്യനെ പറ്റിക്കാൻ പിന്നെ വരൂല. നോണ അറിയില്ല, വഞ്ചന ഉണ്ടാവില്ല, പലിശ ഉണ്ടാവില്ല, തോന്നിവാസത്തിലുണ്ടാവില്ല. ആ ചിന്ത എന്ന് മറന്നോ അവൻ ലാലിമായി മാറി. ഇവൻ പറയാണ്, ഞാൻ എൻ്റെ കിതാബ് വലത് കയ്യിൽ കിട്ടാനുള്ള കാരണം എനിക്ക് പരലോകമുണ്ട്, ഹിസാബുണ്ട് എന്നുള്ള വിചാരം അറിയാം. അതുകൊണ്ട് സന്തോഷകരമായ സംതൃപ്തകരമായ ജീവിതമാണ് അവനുണ്ടാവുക. അവൻ ഹാപ്പിയാണ്, സുഖസുന്ദരമായ സ്വർഗത്തിലാണ്. മരണമില്ലാത്ത, രോഗമില്ലാത്ത, വാർദ്ധക്യമില്ലാത്ത, ഇച്ഛിക്കുന്നതെല്ലാം ലഭിക്കുന്ന സുന്ദരമായ ലഹുമായ ഷാഊന ഫീഹാ വലദൈനാ മസീദ്. കൊതിക്കുന്നത് മുഴുവൻ ലഭിക്കുന്ന സ്വർഗം. ഇവിടെ കിട്ടുന്ന സുഖങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും കൊഴിഞ്ഞു പോകാം. ഇവിടെ കിട്ടുന്ന സന്തോഷം നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും. അപ്പോഴേക്കൊരു മെസ്സേജ് വരിക, ബാപ്പാക്ക് സുഖമില്ല, ഒന്ന് വേഗം വരണം, അതപ്പം തീരും. എത്രയോ സന്തോഷങ്ങൾ നിമിഷ നേരം കൊണ്ട് തീർന്നു പോകുന്നു. അപ്പം അതുകൊണ്ട് ഈ ദുനിയാവ് പോലെയല്ല, സമ്പൂർണമായ സംതൃപ്തമായ ഒരു ജീവിതം അവനത കാത്തിരിക്കുന്നു. എന്നാൽ ഇടത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്നവൻ തീരുമാനമായി. ഇടതു കയ്യിലായി ഗ്രന്ഥം ലഭിക്കുന്നയാൾ ഇങ്ങനെ ഒരു പുസ്തകം എനിക്ക് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവൻ ചെയ്ത ചെറുതും വലുതുമടക്കമുള്ള എല്ലാം അവൻ്റെ അടുത്തുണ്ട്. മാലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒന്നും വിട്ടിട്ടില്ല. ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിലെ മുഴുവൻ ഡാറ്റകളും അതിലുണ്ട്. നമ്മൾ കണ്ടത് മുഴുവൻ അതിലുണ്ട്, നമ്മൾ പറഞ്ഞത് മുഴുവൻ അതിലുണ്ട്, നമ്മൾ ചെയ്തത് മുഴുവൻ അതിലുണ്ട്. എല്ലാം ഒരെണ്ണം വിട്ടുപോയിട്ടില്ല. ഒരാളോടും അനീതി കാണിക്കൂല, എല്ലാം അതിലുണ്ട്. അവൻ പറയാണ്, എനിക്ക് ഈ കിതാബ് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെ. പിന്നെ അവൻ പറയാ, വലം അതിരിമാ ഹിസാബിയാ, ഇങ്ങനെ ഒരു വലിയ വിചാരണയുണ്ടെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ പരിഗണിച്ചില്ല, ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചില്ല. അതൊന്നും ഞാൻ വിഷയാക്കിയില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാപ്പാൻ്റെ ചരിത്രം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വാപ്പാനോട് ചെന്നിട്ട് യാ അബത്തി യാ അബത്തി യാ അബത്തി എന്ന് പറഞ്ഞ കാരണം പറയാണ്, വാപ്പാ ഞാൻ വേറെ ഒന്നും ഉണ്ടല്ലോ നിങ്ങളോട് ഇത് പറയണത്. യാ അബത്തി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, നാളെ റബ്ബിൻ്റെ കോടതിയിൽ പരലോകത്ത് നിങ്ങൾക്ക് ശിക്ഷ കിട്ടുമോ എന്നുള്ള പേടി കൊണ്ടാണ് വാപ്പാ. അതുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇബ്രാഹിം നബി അവസാനം പ്രാർത്ഥിക്കണ്ടല്ലോ, റബ്ബി ഗഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഹിസാബിൻ്റെ നാളിൽ എനിക്കും സത്യവിശ്വാസികൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും പുറത്തു നൽകണേ അല്ലാ. അത് പിന്നെ ചില തിരുത്തുകളൊക്കെ പിന്നീട് വന്നിട്ടുണ്ട്. മാതാപിതാക്കൾ അവർ ഇസ്ലാം സ്വീകരിക്കാത്തത് കൊണ്ട് അവർക്ക് വേണ്ടി പറയുന്നതൊക്കെ പിന്നീട് തിരുത്താൻ പറയുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഹിസാബിൻ്റെ നാളിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള അധ്വാനങ്ങളാണ് പ്രാർത്ഥനയിലുള്ളത്. ഈ മനുഷ്യനെ അടുത്ത കയ്യിൽ ഗ്രന്ഥം ലഭിച്ചപ്പോൾ അവൻ പറയാണ്, ഇങ്ങനൊരു വിചാരണ ഉണ്ടാകുന്നൊന്ന് ഞാൻ അങ്ങനെ കാര്യമാക്കിയില്ല. യാ ലൈതഹാ കാനത്തിൽ ഖാളിയ, എൻ്റെ നഷ്ടമേ, എല്ലാം കഴിഞ്ഞുപോയി, എല്ലാം തീർന്നുപോയി, എല്ലാ അവസരങ്ങളും നശിച്ചുപോയല്ലോ. മാലിയ, എനിക്കെൻ്റെ കുമാരക്കണക്കിന് അക്കൗണ്ടിലുണ്ടായിരുന്ന പണം യാതൊരു ഉപകാരത്തിലും പെട്ടില്ലല്ലോ. പൈസ കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ ഒരുപാട് കാര്യമുണ്ട് പൈസ ഉണ്ടാക്കിയാൽ. ഇവിടുന്ന് ഒരുപാട് ആളുകൾ അങ്ങനെ പൈസ ഉണ്ടാക്കുന്നു, പല നിലക്കുമുള്ള തട്ടിപ്പും വെട്ടിപ്പും പരിപാടികൾ ചെയ്യുന്നു. ഒരു ദിവസം പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ഞാനും വാപ്പിയും കൂടെ അങ്ങനെ ഒരു കണ്ണാശുപത്രിയിൽ പോയിരിക്കുമ്പോൾ ഒരു സഹോദരൻ വന്ന് ആശുപത്രിയിലെ OPയിൽ ഇങ്ങനെ ജനങ്ങൾ തിങ്ങി നിൽക്കുന്നിടത്ത് നിന്നിട്ട് ഉസ്താദേന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചെന്ന് വന്ന് പൂരക്കരച്ചിലാണ്. അവിടെ സീനാകും, വലിയ പ്രശ്നമാകും എന്ന് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ പതുക്കെ കൂട്ടിക്കൊണ്ടുവന്ന് കാറ് തുറന്ന് യേശു കെട്ടു, എന്താ പ്രശ്നം,
എനിക്ക് കുറച്ച് കരയണം എന്ന് പറഞ്ഞു. നിങ്ങൾ കരഞ്ഞോളി എന്ന് പറഞ്ഞു. കുറേ നേരം കരഞ്ഞു. ഞാനും വാപ്പിയും കുറേ സമാധാനിപ്പിച്ചു. അദ്ദേഹം ഈ പരിസരത്തെ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. ഒരു പള്ളിയിൽ കയറിയിരുന്ന ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളൊരു പ്രവാസിയായി വന്ന ആളല്ലേ, നല്ലൊരു ബിസിനസ് ഉണ്ട്, പൈസ ഉണ്ടെങ്കിൽ തന്നോടി, ഹലാലായ ഹക്കും ബാത്തിലുള്ള ബിസിനസ്സാണ്, നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, ഞങ്ങൾക്ക് കൃത്യമായിട്ട് ശതമാനം എത്ര തരും അത്ര തരും, പെരുന്നാൾ വരാൻ പോവുകയാണ്, 30 ലക്ഷം വേണമെന്ന് പറഞ്ഞു. ഇയാൾ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ പൈസ ചോദിച്ചപ്പോൾ പറഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞ് ഓണം വരാൻ പോവുകയാണ്, സാധനം ഇഞ്ഞോ അറക്കണം, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒരു 30 കൂടി കൊടുത്തു. പിന്നെയും ഇയാൾ ചോദിക്കുമ്പോൾ കൊടുക്കാൻ കഴിയില്ല, ഇതൊന്നും തരാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ 2 വീട്, സ്വന്തം വാപ്പ താമസിക്കുന്ന വീടും അദ്ദേഹത്തിൻ്റെ വീടും ആധാരം കൊണ്ടുപോയിട്ട് പൈസ എടുത്തിട്ട് 1,17,00,000 രൂപ ഒരു ചങ്ങായിക്കാണ് കൊടുത്തു. എന്താ പറഞ്ഞ്, ഹക്കും ബാത്തിലുള്ള ബിസിനസ്സാണ്, എനിക്ക് വേണമെങ്കിൽ തന്നോന്നാണ് പറഞ്ഞ്. അയാളുടെ 1 രൂപ തിരിച്ചു കിട്ടാത്തതിൻ്റെ ബേജാറിലാണ് ആ കരയണത്. ചോദിച്ച് ചെന്നാൽ അയാൾ കൊല്ലുന്ന പറയണത്. അമ്മാരി ഗുണ്ടാ സംഘത്തിൻ്റെ കയ്യിലാണ് പെട്ടിരിക്കുന്നത്. പള്ളിയിലുണ്ട് ആൾ, സുന്നത്തസ്കാരമുണ്ട്, കണ്ട അയാളെ എപ്പോഴത്തെ ഒരു മുത്തക്കായ മനുഷ്യല്ല. അള്ളാഹുവിൻ്റെ പരലോക കോടതിയിൽ വരുന്ന് ആര്, വലിയ പൈസ കൊണ്ട്, മാഗ്ന അന്നി മാലിയ, എനിക്കെൻ്റെ സമ്പത്ത് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ലല്ലോ ഇവിടെ, ഹലക അന്നീ സുൽത്താനിയ, എൻ്റെ എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോയല്ലോ. MP അറിയാം, MLA അറിയാം, വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന പല പൗരപ്രമുഖന്മാരെയും അയാൾക്കറിയാം, സംഘടനയുടെ അധികാരങ്ങൾ അറിയാം, വലിയ വലിയ സ്വാധീനങ്ങൾ അയാൾക്കുണ്ട്. പക്ഷേ എൻ്റെ എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോയല്ലോ. അല്ലാഹു തആല പറയാണ്, ഇനി വർത്താനൊന്നും പറയണ്ട, ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ, പിടിച്ച് കൈകളും കാലുകളും കൂട്ടിക്കെട്ടിക്കൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയൂ. തിളച്ചുമറിയുന്ന ഹമീം എന്ന വെള്ളത്തിലൂടെ ഇവനെ എറിയുകയാണ്. സഹോദരങ്ങളെ, തിളച്ചുമറിയുന്ന വെള്ള ഹമീം, അതിലൂടെയാണ് ഈ ഷർട്ടും പാൻറ്റും തുണിയും കുപ്പായും ഇല്ലാത്ത ഈ പച്ച ശരീരം കൊണ്ടുപോയി നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. ദുനിയാവിലൊരു തീപിടുത്തണ്ടായ കൈകൊണ്ടോ ഓടിക്കൊണ്ടോ വെള്ളം ഒഴിച്ചിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. നരകത്തിൻ്റെ ശിക്ഷയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ കൈകൾ രണ്ടും കൂട്ടിക്കെട്ടി, കാലുകൾ രണ്ടും കൂട്ടിക്കെട്ടി, ഒന്ന് കുതറാൻ പോലും കഴിയാത്ത നരകത്തിലേക്ക് മനുഷ്യരെ വലിച്ചെറിയപ്പെടുന്ന ആ വിചാരണ ശക്തമായ വിചാരണയാണ്. അതിനെക്കുറിച്ചുള്ള പേടി കൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാറി നടക്കുന്ന പറവകളെ, പക്ഷികളെ കണ്ടപ്പോൾ പറഞ്ഞു, അല്ലയോ പക്ഷികളെ, നിങ്ങൾക്ക് എന്തൊരു സുഖമാണ്, നിങ്ങളെപ്പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന്. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞ്? അവർക്ക് വിചാരണയില്ലല്ലോ. നമുക്ക് വല്ല പേടിയുണ്ടോ, വല്ല ബേജാറും തോന്നിയിട്ടുണ്ടോ? ചോദ്യം ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആയുസ് ചോദ്യം ചെയ്യപ്പെടും, സമ്പത്ത് ചോദ്യം ചെയ്യപ്പെടും, യുവത്വം ചോദ്യം ചെയ്യപ്പെടും, അറിവ് ചോദ്യം ചെയ്യപ്പെടും. എന്തൊക്കെ നിഅമത്ത് കിട്ടിയോ, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, എല്ലാ നിഅമത്തുകളെക്കുറിച്ചും പടച്ചോൻ ചോദിക്കും. അതുകൊണ്ട് ശക്തമായ വിചാരണയെ ഭയപ്പെടുക, പഠിക്കുക. പരലോകവുമായി ബന്ധപ്പെട്ട കിതാബുകൾ ഇവിടെ ലഭ്യമാണ്. ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക. വിശുദ്ധ ഖുർആനിലെ പരലോകവുമായി ബന്ധപ്പെട്ട ആയത്ത് മാത്രം വായിച്ചാൽ ഭയാനകമായ രംഗം നമുക്കത് വിലയിരുത്താൻ കഴിയും. ഈമാൻ അധികരിക്കും, നമുക്ക് ഒരുങ്ങാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വരാനിരിക്കുന്ന അതികഠിനമായ ആ വിചാരണയിൽ എളുപ്പമുള്ള വിചാരണ ലഭിക്കപ്പെടുന്ന കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണഗതിയിൽ റമദാനിൽ ഒരുപാട് പിരിവുകളുണ്ടാകും. ഈ പിരിവുകളും കളക്ഷനുകളും പൈസയൊക്കെ ഇടുന്ന സമയത്ത് ചിലരുടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വെറുപ്പിൻ്റെ സ്വരമുണ്ടാകാറുണ്ട്. അതുകൊണ്ട് അതൊരിക്കലും വരരുത്. പൈസ ഇട്ടില്ല, പൈസ കൊടുത്തില്ല, ഫണ്ട് കുറഞ്ഞു, ഒരു പ്രശ്നവും നമുക്ക് വരില്ല. നമ്മൾ ചെയ്യുന്ന അമല് സ്വീകരിക്കാനുള്ള മാനദണ്ഡം ഇഖ്ലാസാണ്. ഇഖ്ലാസിൽ ചെയ്യാൻ പറ്റുന്നത് ചെറുതാണെങ്കിലും അത് വലുതാണ്. ഉയർന്നു മാത്രവുമല്ല, സ്വതക്ക നമ്മളെപ്പോൾ ചെയ്യുന്നുണ്ടോ പടച്ച റബ്ബിൻ്റെ ഗളബ്, ദേഷ്യം നമ്മളോട് കുറഞ്ഞു വരികയാണ്. പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകുകയാണ്. ഒരു കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ നമ്മുടെ സ്വതക്കനെ അല്ലാഹു വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. ഒന്നും കൂടി പറയാ, സ്വതക്ക കൊടുത്തിട്ട് ഇന്ന് വരെ ലോകത്തൊരാളും പാവപ്പെട്ടവനായിട്ടില്ല. ആരും സ്വതക്ക കൊടുത്ത് കുടുങ്ങിയിട്ടില്ല. സ്വതക്ക കൊടുത്തിട്ട് ആരും ഇന്ന് വരെ പ്രശ്നത്തിലകപ്പെട്ടിട്ടില്ല. എന്നാൽ പലിശ കൊണ്ട് പെട്ടവനൊക്കെ ജീവിതത്തിൽ കുടുങ്ങിയിട്ടുണ്ടാവും.
സ്വതക്ക കൊണ്ട് മാ നഖസത്ത് സ്വതഖത്തും മിൻ മാലിൻ, ഒരാളുടെ സമ്പത്തിലും സ്വതക്ക കുറവ് വരുത്തൂല, വർധനവ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. കഴിഞ്ഞ റമദാനിൽ സ്വതക്കയുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഇങ്ങനെ ഖുതുബയിൽ പറഞ്ഞ് ഞാൻ ഈ ഹദീസ് പറഞ്ഞു കഴിഞ്ഞ അന്ന് വൈകുന്നേരത്തൊരു സഹോദരൻ എന്നെ വിളിച്ചു. ഉസ്താദിൻ്റെ ഖുതുബ ഞാൻ കേട്ടു, നിങ്ങൾ ഈ പറഞ്ഞ സംഭവം സത്യമാണ് എന്നതിന് ഇന്ന് ഞാൻ സാക്ഷിയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിളിക്കുന്നത്. കണ്ണൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന് ഗൾഫിൽ ഒരു സൂപ്പർ മാർക്കറ്റിലെ ബക്കാലയിലാണ് ജോലി. ഇനി പ്രത്യേകം പറയണ്ടല്ലോ, ഏറ്റവും ചെറിയ ശമ്പളത്തിന് കഷ്ടപ്പെടുന്നൊരു മനുഷ്യനാണ്. അവിടുത്തെ സക്കാത്തിൻ്റെ ഫണ്ട് വരെ കൊടുത്തിട്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം വരെ സംരക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ 20 റിയാൽ ഉണ്ടായിരുന്നു. ഈ റിയാലും കൊണ്ട് അയാൾ പള്ളിയിൽ പോയിട്ട് പുറത്തിറങ്ങി വരുന്ന സമയത്ത് ഏതോ ഒരു കൈകാലുകൾ നഷ്ടപ്പെട്ടൊരു മനുഷ്യൻ പൈസ ചോദിച്ചപ്പോൾ ഇയാളെ കയ്യിലുണ്ടായിരുന്ന 20 റിയാലാണ് കൊടുത്തു. അയാൾ നേരെ ജോലിക്ക് പോയി. അസ്ർ നമസ്കാരത്തിന് ഏറെ വിഷമത്തോടെ, പടച്ചോനെ കയ്യിലൊന്നും ഇല്ലല്ലോ, സങ്കടപ്പെട്ട് അങ്ങനെയൊക്കെ വന്ന് പള്ളിയിലൊക്കെ വന്ന് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു അറബി മനുഷ്യൻ കയറി വന്നിട്ട് കൈ പിടിച്ച് തോളത്ത് തട്ടിയിട്ട് സലാം പറഞ്ഞ് കയ്യിൽ എന്തോ ഒരു സാധനം കൊടുത്തിട്ട് അയാൾ ബാക്കിലേക്ക് മാറി നിന്നു. ഇയാളിത് വെറുതെ കയ്യിൽ തുറന്ന് നോക്കിയപ്പോൾ 500 റിയാലാണ്. ഇതൊന്നൊരു സ്വതക്ക കിട്ടാൻ വേണ്ടി പറയല്ല, നിങ്ങൾക്ക് ഇതൊന്ന് ഉറപ്പിച്ചാൻ വേണ്ടി പറയാം. 500 റിയാലിൻ്റെ ഒരു നോട്ട കിട്ടി. അപ്പോൾ ഇയാൾ അറബിനോട് ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എനിക്ക് തരുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ അറിയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ ശ്രദ്ധിക്കാറുണ്ട്, നീ പള്ളിയിൽ വരുന്നതും ഇവിടെ ഇരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ട്, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് രണ്ടുപേരും ഇന്ന് കുറേ കരഞ്ഞു. അങ്ങനെ സദസ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ വിളിക്കണത്, ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഇവിടെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്. കൊടുത്തൊക്കെ സഹോദരങ്ങളെ, അർഹതപ്പെട്ട കരങ്ങളിൽ നമ്മുടെ സ്വതക്ക എത്തിയിട്ടുണ്ട്. എല്ലാവരും പ്രയാസത്തിലാണ്. ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ പ്രയാസങ്ങളിലാണ്. ചൂട് കാരണം കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. മത്സ്യക്കച്ചവടക്കാരുടെ പ്രയാസം അങ്ങനെ, പലരും പ്രയാസത്തിലാണ്. പക്ഷെ വിശ്വാസിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി, ദുരിതം ഉണ്ടാകുമ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോഴും അവൻ സ്വതക്ക ചെയ്യും. അളവിൽ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ, പരിപാടി നിർത്തിക്കൂല. ദുരിതങ്ങൾ ബാധിക്കുമ്പോഴും സന്തോഷം വരുമ്പോഴും അവനിൽ സ്വതക്ക എന്ന ഭാഗമുണ്ടാകും. അതുകൊണ്ട് ഇനിയും ഇത്തരം സംരംഭങ്ങൾ വരും. അവസാനത്തെ 10 നമ്മൾ അടിച്ചു വീശുന്ന കാറ്റുപോലെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള നമ്മുടെ എല്ലാ അമലുകളും ഇഖ്ലാസോടെ പൂർത്തീകരിക്കാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. രോഗികളായ ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹു എല്ലാവർക്കും ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ദുആകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഫലസ്തീനിൻ്റെ മണ്ണിൽ വീണ്ടും വീണ്ടും ഗസയിലും റാഫയിലും അടക്കമുള്ളയിടത്ത് വലിയ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. പിഞ്ചോമന മക്കളെ കൊന്നൊടുക്കുകയാണ്. കാണാൻ കഴിയാത്ത കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. അള്ളാഹുവേ, വിശുദ്ധ റമദാനിൽ നോമ്പുകാരായി ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവേ, ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ആ ദുരന്തത്തിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവേ, ലോകത്ത് മുസ്ലിമായതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്നവർക്കെല്ലാം നീ ഒന്ന് ആശ്വാസം നൽകണേ റഹ്മാനെ. ഇന്ത്യ രാജ്യത്ത് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിർഭയത്വത്തോടെ അള്ളാഹു അക്ബർ ഉച്ചരിച്ചുകൊണ്ട് ജീവിക്കാൻ, അള്ളാഹുവേ, നിൻ്റെ മതത്തിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാൻ, ഒരാളുടെ മുമ്പിലും തലകുനിക്കാതെ ഇസ്സത്തായി മുസ്ലിമായി ജീവിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ, ജനിച്ച മണ്ണിൽ 6 അടി മണ്ണിൻ്റെ അവകാശികളാകാൻ പടച്ചറബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, ഞങ്ങളെ നീ ഏറ്റവും നല്ല മുസ്ലിമീങ്ങളായി മാതൃകകളുള്ള മുഹ്സിനുകളാക്കി ഞങ്ങളെ നീ മാറ്റി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ കൺകുളിർമ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി തരണമേ. പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കളെ നീ സഹായിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമായ സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കി തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇഹ്ഫദിൽ ഫലസ്തീൻ, അല്ലാഹുമ്മ ഇഹ്ഫദിൽ മസ്ജിദിൽ അഖ്സാ, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനാ ഫീ ഫലസ്തീൻ. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.